സംയുക്ത യൂണിയനുകളുടെ നേതൃത്വത്തിൽ രാവിലെ ടൗൺ ചുറ്റി പ്രകടനം നടന്നു. വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, പോസ്റ്റ് ഓഫീസ്, തുറന്നു പ്രവർത്തിച്ച സർക്കാർ ഓഫീസുകൾ എന്നിവ പ്രവർത്തകർ അടപ്പിച്ചു. കട്ടപ്പന മൈനർ ഇറിഗേഷൻ വകുപ്പ് ഓഫീസിൽ എത്തിയ സമരാനുകൂലികളും ജീവനക്കാരും തമ്മിൽ നേരിയ വാക്കുതർക്കമുണ്ടായി. പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഇപ്പോൾ വിവരങ്ങളുമായി നിജിൽ കെ മാത്യു ചേരുന്നുണ്ട്. നിജിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷിബിൻ, വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഉച്ചവരെ പിന്നിടുമ്പോൾ കട്ടപ്പനയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും പൂർണ്ണമാണെന്ന് നമ്മൾ പറയേണ്ടി വരും. രാവിലെയോടെ തന്നെ പ്രവർത്തകർ കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും വിവിധ മേഖലകൾ കണ്ടടിക്കുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ അതുപോലെ മറ്റ് സർക്കാർ ഓഫീസുകൾ ഒക്കെ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം ഒരു 10 മണിയോടെയാണ് പ്രവർത്തകരും നേതാക്കളും കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തുകയും ഇവിടെ നിന്നും കട്ടപ്പന ടൗൺ ചുറ്റി പ്രകടനം നടത്തുകയും ചെയ്തു. ഈ പ്രകടനം തുടങ്ങുന്നതിന് മുമ്പ് ടൗണിലെത്തിയ വാഹനങ്ങളൊക്കെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തടയുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ആ സമയത്ത് അതുവഴി എത്തിയ KSRTC ബസ്സുകൾ തടയുകയും ആ KSRTC ജീവനക്കാരും അതുപോലെ വാഹന യാത്രികരും തമ്മിൽ ഈ സമരക്കാരും തമ്മിൽ തർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി ഈ രംഗമെല്ലാം ശാന്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കട്ടപ്പനയിലെ കടകമ്പോളങ്ങൾ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അതിനുശേഷം കട്ടപ്പന ഇടുക്കിക്കവലയിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ഇവിടെ വിവിധ നേതാക്കൾ ഈ പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചു. കട്ടപ്പന ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഇറിഗേഷൻ വകുപ്പിന്റെ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത്. സമരക്കാർ ആദ്യം അവിടെ എത്തി ഇവിടെയുള്ള ജീവനക്കാരോട് സംസാരിച്ചെങ്കിലും ഇവരെ അടയ്ക്കാൻ തയ്യാറായില്ല. തുടർന്ന് അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ സാഹചര്യം ഉണ്ടായി. പിന്നീട് നേതാക്കളെല്ലാം സ്ഥലത്തെത്തുകയും ആളുകൾ ഈ ഓഫീസിനുള്ളിലേക്ക് ഇടിച്ചു കയറി അവിടുത്തെ ജീവനക്കാരുമായി വാക്കുതർക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനുശേഷം പോലീസും അതുപോലെ ഈ നേതാക്കളും ഇവിടുത്തെ ജീവനക്കാരും തമ്മിൽ ചർച്ച നടത്തിയതിനു ശേഷം ആണ് ഈ ഓഫീസ് അടയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. പോലീസെല്ലാം, അതായത് കട്ടപ്പനയിലെ എല്ലാ പോലീസും ഈ സ്ഥലത്തെത്തി ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഉച്ചവരെ ഹർത്താൽ മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണം എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് KSRTC ബസ്സുകൾ രാവിലെ ഒരു 12 സർവീസുകൾ ഡിപ്പോയിൽ നിന്ന് നടത്തി എന്നാണ് KSRTC അധികൃതർ പറയുന്നത്. ചില മേഖലകളിൽ KSRTC ബസ് തടഞ്ഞിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും പൊതുവിൽ ഈ സമരം പൂർണ്ണമാണ്. ഷിബിൻ, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും ഒരു മേഖല റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ ഒക്കെ, അതായത് ആളുകൾ പോലും KSRTC ബസ്സുകളിൽ നിന്ന് സർവീസ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമാണെന്ന് കട്ടപ്പന വിവിധ മേഖലയിൽ സമരം പൂർണ്ണമാണെന്ന് നമ്മൾ